പ്രസ് രൂപതയുടെ പ്രസ്സും പള്ളിയെല്ലാം ഇവിടെയാണ്. ഇതാണ് ഗവർണർ ഹൗസ്. റൈറ്റില് ആ ഗേറ്റ് വഴിയാണ് ഗവർണറിന്റെ ഹൗസ്. ഗവർണർ ഹൗസ്, രാജ്ഭവൻ, കേരള രാജ്ഭവൻ. ഈ റൈറ്റിൽ കൂടെ ഇച്ചിരി എത്തി നോക്കി അവരുടെ പുല്ലൊക്കെ കാണാം. എന്തൊക്കെ എഴുതി വെച്ചു. അല്ല, രാജ്ഭവൻ. പിന്നെ ഇതാണ് നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിയിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്ഥലം, കൗടിയാർ. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന കൗടിയാർ വീതിയാണ്. ഇതാണ് രാജവീതി, പണ്ടത്തെ കൗടിയാർ. ഇതിനെ പറയുന്നത് കൗടിയാർ രാജവീതി എന്നാണ്. രാജവീതി അതുകൊണ്ട് പയ്യെ പോകാൻ പറ്റും. ഭയങ്കര സ്പീഡ് ക്യാമറകളാണ്. നിങ്ങളുടെ ഭയങ്കര ആക്സിഡൻസ് നടന്ന് കുറെ പേര് മരിച്ചു പോയിട്ടുണ്ട്. ഇത് ഭയങ്കര ഇതാണ്, സ്ട്രെയിറ്റ് റോഡല്ലേ. പിന്നെ മത്സരിക്കാൻ റേസൊക്കെ പണ്ട് ഇവിടെ നടക്കുമായിരുന്നു. കൗടിയാർ ട്രിവാൻഡ്രത്തെ ഏറ്റവും എക്സ്പെൻസീവും പോർഷായിട്ടുള്ളവരും പണക്കാരും താമസിക്കുന്ന സ്ഥലം. നമ്മുടെ അവിടത്തെ കാട്ടും വിലയാണ് സ്ഥലത്തിന് ഇവിടെ. സെന്റിനൊക്കെ ഇവിടെ ഉള്ള വില. പിന്നെ ഒരു കാര്യം സിഞ്ചാടൻ ചോദിച്ചില്ല, എവിടെയെങ്കിലും നമുക്ക് ഇപ്പൊ ഇറങ്ങാൻ പറ്റുമോ? എന്തോ ഭാഗ്യത്തിനാണ് ക്ലൈമറ്റ് ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്കതും മെനേനെ. റൈറ്റിലുള്ള ഈ ഗേറ്റ് കണ്ട, അവിടെ ഒരു ഗേറ്റ് കണ്ട. എന്താണത്? അതാണ് കൗടിയാർ കൊട്ടാരം. അകത്തോട്ട് ഇതൊക്കെ അതിന്റെ ഭാഗങ്ങളാ. ഇതിന്റെ ഉള്ളിലേക്കാ? നമുക്കിങ്ങനെ കേറാൻ പറ്റൂല. ശ്രീലക്ഷ്മി ഗൗരി പാർവതിബായി. പിന്നെ ആ ഒരു നല്ല വെളുത്തൊരു സുന്ദരനായിട്ടുള്ളൊരു പുള്ളിയില്ലേ, അത് നമ്മുടെ ഇപ്പോഴത്തെ, അതായത് രാജഭരണം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ അവരൊക്കെ ഇവിടെ താമസിക്കുന്നത്. കണ്ടില്ല, ഇതെല്ലാം അവരുടെ പ്രോപ്പർട്ടി. പക്ഷെ നമുക്കൊന്നും എന്താകത്ത് ഏതാന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ. കയറാൻ പറ്റൂല. അത് അവരുടെ വീട് അവർക്ക് താല്പര്യം കാണും, അത് പ്രദർശിപ്പിക്കുക. അവർക്ക് പാളയം അണ്ടർപാസ്. ഓണക്കടിച്ച് മുടങ്ങി. ശരിക്കും കൂവലാണ് പതിവ്. എല്ലാവരും ഒരു റൗണ്ട് കൂവും. കൂവിയാണ് പൊതുവെ അവരുടെ വരവ് അറിയിക്കുന്നത് അണ്ടർപാസില. നൈറ്റ് ലൈഫ് എത്ര മണി വരെ വേണമെങ്കിലും ഇവിടെ ഇരിക്കാം. രാത്രി ഇവിടെ വണ്ടികൾക്ക് കയറിക്കൂടാ. 7 തൊട്ട് 10 ഇവിടെ വണ്ടികൾ റെസ്ട്രിക്റ്റഡ് ആണ്. കറങ്ങി പോണം. ഇപ്പൊ സിഞ്ചാടൻ പറഞ്ഞില്ല, എവിടെയെങ്കിലും ഇരിക്കണമെങ്കിൽ വേണമെങ്കിൽ ഇപ്പൊ ഇവിടെ ഇരിക്കാം. അല്ല, കാര്യമായിട്ട് പറഞ്ഞാൽ അതിനുള്ളൊരു സ്പോട്ട് ചെയ്തിട്ടിരിക്കുന്നതാണ് മാനവീയം വീതി. കൊള്ളാം. ബെഞ്ചില്ല. തിട്ടൊക്കെ ഉണ്ട്. നമ്മളിപ്പോ വന്ന വഴി തന്നെ തിരിച്ചു. ഞാൻ കൂമ്പ് കാണിച്ചത് എങ്ങനെ ഇരിക്കും. 2 വീലറിലാണിത് പതിവ്. മണ്ടയില് കേക്കും പല ആംഗിളാണ്. ഇങ്ങനെ പോവും. കാര്യമായിട്ട് പറഞ്ഞ 2 വീലറിൽ വന്ന എല്ലാരും പോവും. സരോജിനി നായിഡു അല്ല, എവിടെ? അവിടെ ഇരുന്ന പ്രതിമയാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. സ്ത്രീത്വത്തിന്റെ ഹിസ്റ്ററിയുടെ ക്രിസ്ത്യൻസിനും നമ്മളൊരു യൂട്ടേൺ എടുത്തില്ലേ, അവിടെ നിന്നാ തിരിയാ.
എല്ലാം ഇതൊക്കെ ബുക്ക് ചെയ്തിരിക്കുകയാണ്. വിത്ത് പേരെഴുതിയിട്ടുണ്ടാവും. അതിന്റെ അടിയിൽ പോയി നോക്കുകയാണെങ്കിൽ അത് അവര് സ്ഥലം പിടിച്ചു വെച്ചിരിക്കുക. ഇവിടെയാണോ ഇത് ചെയ്യണേ? പൊങ്കാല ഇടണ ഇവിടെയാണോ? പൊങ്കാലുണ്ട്. പിന്നെ പൊങ്കാലയ്ക്ക് ഇവിടെ അവധിയല്ലേ? ഒന്നും അവധി, അതിന് മുന്നേ തലേദിവസം അവധി. പിന്നെ ഞങ്ങളുടെ ബ്രിട്ടീഷ് ചേരുന്ന ഉദ്ദേശിച്ച അവരുടെ ഭരണം നടക്കുന്ന സമയത്ത് അതുകൊണ്ട് എന്തോ ആ ബിൽഡിങ്സ് ഒക്കെ ഇപ്പോഴും ഇങ്ങനെ ഇരിക്കും. ഇതാണ് ചന്ദ്രശേഖരനാഥ് സ്റ്റേഡിയം. റൈറ്റിൽ കണ്ട ഒരു സ്റ്റേഡിയം. അവിടെയാണ് മറ്റേ വേണ്ടത് ആദ്യം വരുന്നത്, ഡീകമ്മീഷൻ ചെയ്ത. നമ്മൾ ഇന്നലെ കണ്ടില്ലേ, അതേപോലെ പണ്ട് ഉപയോഗിച്ചിരുന്ന സീ ഹോക്ക് എന്ന് പറയുന്ന പണ്ട് ഉപയോഗിച്ചിരുന്ന മറ്റേ ഇന്ത്യൻ പ്രീസ് റെസിഡൻസ്. മറ്റേത് ഇവിടെ ആയിരുന്നു മേടയും ഓഫീസും. ഞങ്ങള് പോയ ചെയ്ത് ഇതിനകത്തല്ല മൂന്നാറുള്ളത്. മാർക്കറ്റിനൊക്കെ അങ്ങോട്ട് വന്നിടത്തൊരു പള്ളിയിലാണ് ഒരു ബാറിന്റെ അടുത്ത്. നമ്മള് ഫോട്ടോ ഒക്കെ എടുത്തല്ലോ അവിടെ പോയിട്ട്. അത് കാണിക്കാൻ നമുക്ക് ആ റൈറ്റിൽ ഇപ്പൊ കണ്ട ക്ഷേത്രം ഇല്ലേ? ഈ സംഭവം കടകള് ഇവിടെ കിട്ടാത്ത സെക്കൻഡ് ഹാൻഡ് ബുക്ക് ഇല്ല.